എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളിന്ന് രണ്ട് വാഹനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 2014 മോഡൽ 2014-15 മോഡൽ മിനി കൂപ്പർ ഡി 5 ഡോർ വരുന്നുണ്ട്. 2017 മോഡൽ നമുക്ക് മിനി കൂപ്പർ ഡി തന്നെ ഒരു 3 ഡോർ രണ്ട് വാഹനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കല്ലുകൾ കാർസിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വാഹനം നമുക്കിപ്പോൾ സെയിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പരിചയം പോകുന്നത് ഈ രണ്ട് മിനി കൂപ്പേഴ്സിനാണ്. സോ എല്ലാവർക്കും ടോപ്പ് ടൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മിനി കൂപ്പർ. ഇതൊന്ന് 5 ഡോർ ആണ്, അത് 3 ഡോർ ആണ്. ആദ്യം നമുക്ക് 5 ഡോറിനെ കുറിച്ച് സംസാരിക്കാം. ആക്ച്വലി ഇതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ കളർ വന്നിട്ടുള്ളത്. നമ്മുടെ മിനിയുടെ ഒരു ഹെഡ്ലൈറ്റ്സിന്റെ സെറ്റപ്പ് ഒക്കെ ഒരു ബ്ലാക്ക് കവറിങ് കൊടുത്തിട്ടുണ്ട്. JCWന്റെ കിറ്റ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ചെറിയൊരു ഗ്രില്ല്, അതുപോലെ മിനിയുടെ ലോഗോ ഉണ്ട്. ആൻഡ് ഈ സൈഡ് സ്കെറിലൊക്കെ ചെറിയൊരു ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ആ ഒരു റെഡ് കോമ്പിനേഷനിലാണ് ഈ വാഹനം ടോട്ടലി ഉള്ളത്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട്. മറ്റു വാഹനങ്ങളെ പോലെ ചെറിയ ഇങ്ങനെ വലിയ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല. എന്തായാലും അതും ഏകദേശം നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഗ്രില്ലിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം കാണുന്നുള്ളൂ. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വീല് വരുന്നത്. മിഷലിന്റെ ടയറാണ് വന്നത്. 205/50 7 ഇഞ്ച് വീലാണ് നൽകിയിട്ടുള്ളത്. ഒരു മിനിയുടെ ഒരു 10 സ്പോക്കാണ് വീലുള്ളത്. അതിൽ തന്നെ ചെറിയ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതെല്ലാ വാഹനത്തിലും ഉള്ളതാണ് ഐഡന്റിറ്റി. NC ഈ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ റൗണ്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമ്മുടെ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതിവിടെ സൈഡ് സ്കർട്ടൊക്കെ ഫുൾ ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ താഴെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ഇവിടെയാണ് ഫ്യൂൾ ടാങ്കിന്റെ ആ ഒരു ഗേജ് കൊടുത്തിട്ടുള്ളത്. 16 സെന്റിമീറ്ററിന്റെ ഒരു വ്യത്യാസമാണ് ഈ വാഹനം തമ്മിലുള്ളത്. അത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 5 ഡോർ വരുന്നത് 3982 mm ആണ്. എന്നാൽ ഈ 3 ഡോർ വരുന്നത് 3224 161 mm ഒരു ഡിഫറൻസ് ആണുള്ളത്. റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറിലും നമുക്ക് 205/50 7 ഇഞ്ച് വീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയി നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ആവരണം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോഗർ ലൈൻസ് കാണാം. പിന്നെ ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രിട്ടീഷ് ഫ്ലാഗ് പോലെയാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കിലുള്ളത്. അതിന് പറഞ്ഞൊരു ബ്ലാക്ക് കളറാണ് നമ്മുടെ മിനിയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു കൂപ്പർ ഡി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ അക്രാപോവിക്കിൻ്റെ 2 എക്സോസ്റ്റോട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ താഴെ കാണാം. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ബൂട്ട് ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്ന ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 178 ലിറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഈ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 40 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ലുക്സും നോക്കാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. നോക്കുകയാണെങ്കിൽ ഇതാണ് ബാക്കിലെ സ്പേസ് നമുക്കിവിടെ കാണാം. ചെറിയ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഒരു റെഡ് ലെതർ ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് കയറി വരുന്നാൽ ഇതാണ് നമുക്കുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള നല്ലൊരു ടൈ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു ഡബിളായിട്ട് നിൽക്കുന്ന സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ പാനലാണ്, എന്നാലും ഒരു 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു ചെറിയൊരു ശീല പോലെയാണ് നമുക്കിവിടെ വരാറുള്ളത്. തിരക്കില്ലാത്ത നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ CPലാണെങ്കിൽ നമുക്ക് ചെറിയൊരു പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും മറ്റേ ബ്ലൈൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതിനിവിടെ ചെറിയൊരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ടണൽ കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാനുള്ളൂ. എന്തായാലും തിരക്കില്ലാത്ത നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ. അതിന് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ളതുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ മിറർ കൺട്രോളിങ് സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെറിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെറിയ ഇവിടെ ചിലപ്പോൾ ചെറിയ ലൈറ്റ്സിൻ്റെ ഇതേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇത് ക്ലോസ് ചെയ്യാൻ ഇവിടെ ഒരു മിനിയുടെ ഒരു പ്ലേറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓണായിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ആ റൗണ്ട് ടർബൈൻ എഫക്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേറൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ പോലെ അവിടെ ചെറിയൊരു സ്പേസ് അവിടെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മൾട്ടിമീഡിയ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹസാർഡ് വാനിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് വോളിയത്തിലാണ്. ഇവിടെ ബാൻഡ് മോഡ് എന്നുള്ളതാണ്. പിന്നെ ഒരു 1 തൊട്ട് 6 വരെ അത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതും നല്ല കളറിൽ നമുക്ക് തിളങ്ങുന്നതാണ്. അതിന് ഇവിടെ നമുക്ക് ഡുവൽ സോണാണ് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ അങ്ങനെ കളറെല്ലാം മാറുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അതിനിവിടെ ഇത് നമ്മുടെ AC-യുടെ തന്നെയാണ് ഈ കൺട്രോളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതിനിതാണ് നമ്മുടെ ESP-യുടെ പിന്നെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു USB അതുപോലെ തന്നെ ഓക്സ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇവിടെ മീഡിയ, മെനു, റേഡിയോ, നാവിഗേഷൻ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൽ വരുന്നത്. എല്ലാം നമുക്ക് കൺട്രോൾ വോയിസ് കമാൻഡ് എല്ലാ കാര്യങ്ങളും, കാൾ ബട്ടൺ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. അതിനിവിടെ നമ്മൾ വൈപ്പേഴ്സിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടില്ല ഈ ഒരു ഫ്യൂൽ ഗേജിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ RPM ഗേജ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ, പിന്നെ പാർക്കിങ്ങിലാണ് എത്ര കിലോമീറ്റർ ഓടി, കിലോമീറ്റർ പെർ ലിറ്റേഴ്സ്, അങ്ങനെ ടൈം, പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 0 കിലോമീറ്റർ ഇത് നമ്മുടെ ഒരു എക്സ്ട്രാ പോപ്പായി നിൽക്കുന്ന ഒരു ചെറിയൊരു സ്ക്രീൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. ഈ 2 കണ്ണുകൾ കാണുന്നുണ്ടോ. അതിനിവിടെ നമ്മുടെ കൺട്രോളിങ്ങിൻ്റെ ആണ് അവിടെ ഉള്ളത്. ഇവിടെ ചെറിയൊരു വിത്ത് ലൈറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അത് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയാനുള്ളത്, അതിനിവിടെ ചെറിയ ഒരു റെഡ് ആക്സന്റ് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിനൊന്ന് പോയി നോക്കാം. ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് സെൻസറിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കീയുടെ സെൻസറാണത്. ഇത് 2 തവണ വലിക്കണം. എന്തായാലും ഇനി എൻജിൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിനി ടിൻ ടർബോ മിനി, അതിനോട് ചെറിയൊരു മിനിയുടെ ആ ഒരു ലോഗോ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ പാർട്ട് വേറെ ആയിട്ടായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ടാകാം. ചെറിയൊരു ഹോൾസ് നമുക്കിവിടെ ഓൾറെഡി ബോട്ടിലുണ്ടാവും. ആൻഡ് ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് നമുക്ക് 6 സ്പീഡ് മാനുവലും വരുന്നത്, അതുപോലെ 6 സ്പീഡ് DCTയും വരുന്നത്. അതായത് 7 സ്പീഡ് DCT ആണ്. 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ 7 സ്പീഡ് DCTയും വരുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 114 HP, അതുപോലെ 207 തന്നെ ടോർക്കുമാണ്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 205 കിലോമീറ്റർ ആണ്. അതും ഈ 2 വാഹനങ്ങളുടെയും ഏകദേശം സെയിം തന്നെയാണ് പവർ ഫിഗേഴ്സ് വരുന്നത്. ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 2015 രജിസ്ട്രേഷൻ ആണ് വാഹനം. ഒറിജിനൽ കേരള വണ്ടിയാണ്. 38,600 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഡീസൽ വാഹനമാണ്. അപ്പോൾ ഇനി അതിൻ്റെ പ്രൈസിൽ ഏറ്റവും കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മിനി കൂപ്പർ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി 3 ഡോറാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ ഒരു ഡോർ മാത്രമേ ഉള്ളൂ ഒരു സൈഡിലുള്ളത്. അത് 3 ഡോർ വരുന്നത് 5 ഡോറാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഈ ഡോറിനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് വാഹനത്തിൻ്റെ നമുക്ക് ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3821 ആണ്. അതിനെക്കാട്ടിലൊരു
നേരത്തെ പറഞ്ഞ പോലെ ഒരു 16 സെന്റിമീറ്റർ കുറവാണ് വീൽ ബേസ് നമുക്കതറിയാം. ഈ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് 2567 mm ആണ്. ഇത് 2495 mm ആയിട്ടാണ് വരിക. ലെങ്ത് അത് വീൽ ബേസ് നോക്കുന്നത്. ഇനി വിടുത്ത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. 1727 mm ആണ് രണ്ടു പേർക്കും വരുന്നത്. ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതലാണ്. 1425 mm ആണ്. ഇത് 1414 mm ആണ്. ഒരു 9 mm കുറവ് വരുന്നുണ്ട്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1295 കിലോഗ്രാം ഇത് വരുന്നുണ്ട്. ഇത് 1760 കിലോഗ്രാമും വരുന്നുണ്ട്. ഏകദേശം 6 കിലോ വരുന്നത്. ഞാനിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിന് മിനി ഇത് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിനിയില്ല ലെഫ്റ്റിൽ കിടക്കുന്ന ബ്ലാക്ക് ഔട്ട് ചെയ്താണ് ലോഗോ വന്നിട്ടുള്ളത്. അതിനിവിടെ നേരത്തെ ഒരു റൗണ്ടും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ഗ്രില്ലും ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ഒരു വേറെ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ അതിന്റെ ഗ്രില്ല് വേറെ അല്ലെങ്കിൽ JCW കിറ്റ് വേറെ ചെയ്തതാണ്. നമുക്കവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളും ഈ വാഹനത്തിൽ കാണാം. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. ഈ ഒരു ബൾജ് പോലും ഏകദേശം സെയിം ആയിട്ടാണ് ഉള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീല് വന്നിട്ടുള്ളത്. ഇത് 205, 55, 16 ഇഞ്ചാണ്. ഇത് 17 ആണെങ്കിൽ ഇത് 16 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിലുള്ളത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാരണം അവിടെ കാണാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിൽവർ കളർ, ഒരു സിൽവർ അല്ലെങ്കിൽ ഗ്രേ കളറാണ് നമുക്കിവിടെ മുരാസോദറിൽ. റൂഫ് നമുക്ക് അങ്ങനെ തന്നെയാണുള്ളത്. അതിനിവിടെ നല്ല ലെങ്ത് ഉള്ള ആ ഒരു പോലെ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് ഡോർ കാണാം. ഒക്കെ 2 ഡോർ ആയതുകൊണ്ടാണ്, 3 ഡോർ ആയതുകൊണ്ടാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലും ചെറിയൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം. ഞാനിവിടെ ഒരു വലിയൊരു ഗ്ലാസ് ഇവിടെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഒരു 40 liters ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. റിയറിലും ഏകദേശം അത് തന്നെയാണ്. 205, 55, 16 രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ചെറിയൊരു സാധാ നോർമൽ ഡിസൈനാണ്. നമ്മുടെ LED ടൈലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് LED ആണ്. ഹാലജൻ മിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേറെ രണ്ടും കണ്ടാൽ തന്നെ അറിയാം. രണ്ടിനും ടൈലൈറ്റ്സിൻ്റെ ആ ഒരു ഡിഫറൻസ്. അതിനിവിടെ മിനിയുടെ ആ ഒരു ലോഗോ ഉണ്ട്. വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ഡോട്ട് ആണ്. അതിനിവിടെ ഒരു എക്സ്ട്രാ സ്പോയിലർ ഈ ഒരു വാഹനത്തിൽ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ അത് ഒരു റൗണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ പൈപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു കുറവ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒരു 210 liters ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വേണത്. ചെറിയൊരു പാസ്റ്റർ ട്രേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ട് വാഹനത്തിന് ചെറിയൊരു ബാക്കിലെ വ്യൂസ് വരുന്നത്. അതിൻ്റെ ടോപ്പ് ഇതിന് പനോറമിക് സൺറൂഫ് ഉണ്ട്. ഇതിന് അത് അവൈലബിൾ അല്ല. ഇനി നമുക്കിതിൻ്റെ ഇന്റീരിയറിൽ കാണാൻ അതിന് മുമ്പ് കണ്ടോ ചെറിയൊരു ഡിസൈനാണ് നമുക്ക് ഇവിടെ ഈ ഒരു വാഹനത്തിൽ. നമ്മുടെ താഴെ ലൈറ്റ്സിൽ കാണുന്നത് നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയാൽ മറ്റേ പോലെ തന്നെ 2 പേർക്ക് ഇരിക്കാനേ കഴിയുന്നുണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ചെറിയൊരു സ്പീക്കേഴ്സ് കൂടെ നമുക്ക് ഇവിടെ കാണാം. ഒരു ഡിസൈൻ മറ്റുള്ള കാലിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം വരുന്നത് നമുക്ക് ഇങ്ങനെയാണ്. ഇവിടെ 2 ഹുക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ സൺറൂഫ് അവൈലബിൾ അല്ല. എന്നിരുന്നാലും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂളായിട്ട് കയറി പോരാം. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഒന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു 2 പേരെ വേർതിരിപ്പിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ഫുൾ ലെതർ സീറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെഡ് സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈ വെക്കാൻ ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്കിൽ, അതുപോലെ തന്നെ റെഡ് ഇൻസെർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെയും കാണാം. നോക്കിയാൽ അതുതന്നെ മറ്റ് വാഹനങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഇവിടെ മിസ്സിംഗ് ആണ് എന്നുള്ളതുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റൗണ്ട് എലമെന്റ് ഇവിടെ കാണുന്നുള്ളത് നല്ല കാര്യം. നമുക്ക് ചെറിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് AC കൺട്രോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൺട്രോൾ ചെയ്യാം. അത് നമ്മൾ ആ വാഹനത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എക്സ്ട്രാ ഒരു ആഷ്ട്രേ ഇവിടെ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ
പറയാനുള്ളത്. ആ വാഹനത്തിൽ കണ്ടതുപോലെ അതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയേഴ്സ് ഒക്കെ പക്ക സെയിം ആണ്. നമ്മൾ റിയറിൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഒരു പനോറമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല. ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഒരു ബോണറ്റ്. അതുപോലെ ആ ഒരു സെയിം പവർ ഫിഗേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ടിൻ ടർബോ മിനി എന്നുള്ള അത് കാണാം. സൗണ്ട് ഇൻസ്റ്റലേഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബോത്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ബോത്ത് സെയിം ബട്ട് ഡിഫറെന്റ് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതൊരു 5 ഡോർ ആണ്, ഇതൊരു 2 ഡോർ ആണ്. ആൻഡ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. 1,14,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിക്കുന്നത്. ഡീസലാണ്. 2017 രജിസ്ട്രേഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2 മിനി കൂപ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു മിനി കൂപ്പർ D5 ഡോർ വരുന്നുണ്ട്, അതുപോലെ ഒരു 3 ഡോർ നമുക്കിപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ കല്ലിങ്ങൽ കാർസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു 25 to 35 lakhs ആണ് ഈ ഒരു 2 വാഹനങ്ങളുടെയും വരുന്നത്. എക്സാക്ട് വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 2 വാഹനങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.